ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. നാം എന്നും നിരന്തരമായി ഈ വചനം കേൾക്കാൻ നമുക്ക് ഇടയാകുന്നു. നാം വചനത്തിനു മുമ്പാകെ ഇരിക്കുന്നു. ദൈവം നമുക്കതിന് അവസരങ്ങൾ തരുന്നു. അതൊരു ഭാഗ്യമാണ്. നിങ്ങൾ എത്ര പേര് അതൊരു ഭാഗ്യമായി കാണുന്നുണ്ട്? നാം ഈ ലോകത്തിലെ അനേക കാര്യങ്ങളിൽ ബദ്ധപ്പാടോടെ ഇടപെടുന്നവരാണ്. പല കാര്യങ്ങളിൽ, ജീവിത പ്രശ്നങ്ങളിൽ, ഔദ്യോഗിക കാര്യങ്ങളിൽ, അങ്ങനെ കുടുംബകാര്യങ്ങളിൽ, വ്യക്തിപരമായ അനേക കാര്യങ്ങളിൽ, എത്രയോ കാര്യങ്ങളിൽ ഓരോ ദിവസവും നാം ഇടപഴകിയും മുന്നോട്ട് പോകുന്നു. പക്ഷേ നമുക്ക് മാറിയൊരല്പസമയം, കേവലം 10-12 മിനിറ്റ് ഒന്ന് ദൈവവചനം ധ്യാനിക്കുവാനും ദൈവവചനത്തിൻ്റെ മുന്നിലായിരിക്കാനും ചുറ്റിലായിരിക്കാനും കർത്താവ് നമുക്ക് തരുന്ന ചില ഭാഗ്യമേറിയ അവസരങ്ങളാണിത്. ഭാഗ്യമാണത്. വചനം കേൾക്കുക. ഞാൻ ദൈവത്തിൻ്റെ വചനം എന്നും പറയാറുണ്ടല്ലോ. പക്ഷേ ഞാൻ അനേക ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ കേൾക്കാറുണ്ട്. ഒരുപക്ഷെ യൂട്യൂബിലൂടെയോ അല്ലാതെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാനത് വളരെ ആദരവോടെ ബഹുമാനത്തോടെയും വളരെ ശ്രേഷ്ഠകരമായ ദൈവിക ദൂതുകളായി ഞാനത് ഏറ്റെടുക്കാറുമുണ്ട്. കാരണം വചനം മനുഷ്യൻ്റേതല്ല എന്ന് വ്യക്തമായ ഒരു നിർണയം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. വചനം ദൈവത്തിൻ്റേതാണ്. വചനം സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കുന്ന ഒരു വചനം, അത് ദൈവം അയച്ച ആ കാര്യം സാധിപ്പിക്കും. ഇന്നിപ്പോൾ നിങ്ങൾ ഈ തിരുവചനം കേൾക്കുവാനായിട്ടിരിക്കുമ്പോൾ, ഇന്ന് ഈ എളിയവനായ അടിയൻ്റെ നാവിലൂടെ വരുന്ന ഈ വചനം, അത് സ്വർഗത്തിലെ ദൈവം തരുന്നതാണ്. ആ വചനം ദൈവം അയക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഈ വചനത്തിന് കഴിയും. അങ്ങനെ ദൈവം ഉദ്ദേശിക്കുന്നു. ഈ വചനം കൊണ്ട് ചിലർക്ക് രോഗങ്ങൾ സൗഖ്യമാകും. ഈ വചനം കേൾവി മൂലം, വചനം സ്വീകരിക്കുന്ന മൂലം അനേകരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ചിലരുടെ മാനസിക രോഗങ്ങൾ മാറും. ചിലരുടെ ഡിപ്രഷൻസ് മാറും. ചിലരുടെ നിരാശകൾ മാറും. ചിലരുടെ അപകർഷതാബോധങ്ങൾ മാറും. എന്തിന്? ചിലർക്ക് അത്ഭുതകരമായ ചില രോഗസൗഖ്യങ്ങൾ ലഭിക്കും. ചിലർക്ക് നല്ല കെട്ടുറപ്പുള്ളൊരു ജീവിതം, നല്ല അടിത്തറയുള്ളൊരു ജീവിതം കിട്ടും. ചിലർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടും. ചിലർക്ക് യേശുക്രിസ്തുവുമായി ഒരു വലിയ ഡീപ്പായിട്ടുള്ള റിലേഷൻ കിട്ടും. എല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. കേവലം ദൈവത്തിന് വചനം പറയുന്ന ദൈവമക്കൾ അവരൊരു ചാനലായി നിൽക്കുന്നു. പക്ഷെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം സജീവമായി തിരുവചന ശുശ്രൂഷകളെല്ലാം നമ്മളോട് ഇടപെടുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, ആകുലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, 100,000 ആവശ്യഭാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം ഒരു അല്പസമയത്തേക്ക് മാറ്റിവെച്ച് ഇപ്പോൾ ഈ സമയം ദൈവവചനത്തിന് മുമ്പാകെ വളരെ പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിട്ട് നമുക്കൊന്നിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. പ്രതീക്ഷയോടെ ഇരിക്കണം. നിരാശപ്പെട്ടിരിക്കരുത്. എൻ്റെ ജീവിതം മാറുമോ? ഇതുവരെ മാറിയില്ല, ഇനി മാറാൻ പോകുന്നുണ്ടോ? അങ്ങനെ സംശയത്തോടെയല്ല. എൻ്റെ ജീവിതം മാറും. യേശു എൻ്റെ ജീവിതത്തെ മാറ്റും. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതായിരിക്കാം. എങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും പറയൂ, എൻ്റെ ജീവിതം യേശു മാറ്റിത്തരുമെന്ന്. കർത്താവ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. കർത്താവിന് സ്തോത്രം. 68-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. സന്തോഷം, ആനന്ദം, ഉല്ലാസം എന്ന പല വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബൈബിൾ സന്ദേശമാണ് നാം ഈ 68-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. വലിയ ആശയസമ്പന്നമായ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലമാലകളും തിരമാലകളും കേൾക്കുന്ന, അലയടി കേൾക്കുന്ന ഒരു നല്ല സന്ദേശം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അലയടിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ 68-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഈ ആനന്ദം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയട്ടെ എന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് നാം ഇവിടെ വായിച്ചത്? എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും.
അതേ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. എന്ത് മനോഹരമായ വാക്കല്ലേ! ആ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആനന്ദവും സന്തോഷവും വരും. ആർക്കാണ് ഇതെല്ലാം ലഭിക്കുന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നീതിമാന്മാർ. ദൈവത്തിന് സ്തോത്രം. റിജോയ്സ് ഇൻ റൈറ്റ്യസ്നസ്. നീതീകരണത്തോടുകൂടി, നീതീകരണത്തിൽ ലഭിക്കുന്ന സന്തോഷമെന്നാണ് ഇതിനൊരു ഹെഡിങ് കൊടുക്കാൻ കഴിയുന്നത്. റിജോയ്സ് ഇൻ റൈറ്റ്യസ്നസ്. നീതീകരണത്തിൽ ലഭിക്കുന്ന സന്തോഷം. നമുക്ക് നോക്കിയാൽ രണ്ട് തരത്തിലുള്ള നീതീകരണങ്ങളുണ്ട്. ഒന്ന് സ്വയനീതീകരണം, രണ്ട് ദൈവിക നീതീകരണം. സ്വയനീതീകരണം എന്നാൽ എന്താണ്? നാം നമ്മെ തന്നെ നീതീകരിക്കുന്നു. ചില തെറ്റുകളും ചില വീഴ്ചകളും കുറവുകളും പരാജയങ്ങളും, അല്ലെങ്കിൽ ദൈവം ദുഃഖിക്കുന്നതും പോരാ മനുഷ്യനും ദുഃഖിക്കുന്നതുമായ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെല്ലാം ഒരു ന്യായം കണ്ടുപിടിക്കും, സ്വയമായി നീതീകരിക്കും. ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെയല്ലേ, എൻ്റെ ആ എൻവയോൺമെൻറ്റിൽ അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, ഞാൻ ബലഹീനല്ലേ, അല്ലെങ്കിൽ അങ്ങനെ സ്വയമായി മറ്റുള്ളവർക്കും വരുന്നു എനിക്കും വന്നു എന്നല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള അനേകം ന്യായീകരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ചില വീഴ്ചകളും പരാജയങ്ങളെല്ലാം ന്യായീകരിക്കും. നിരാശ വരുന്നു, എനിക്ക് സമ്പത്തില്ലാത്തതുകൊണ്ടല്ലേ. നിരാശ വരുന്നു, എനിക്കത് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. ഈ സ്വയമായ ന്യായീകരണത്തിൻ്റെ പിന്നിൽ ദൈവത്തോട് പരിഭവമുണ്ട്. ദൈവം തരാഞ്ഞിട്ടല്ലേ എന്നുള്ള ഒരു ധ്വനി അതിൻ്റെ പിന്നിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, എനിക്കതില്ല, എനിക്ക് സ്നേഹമുള്ള ഒരു ഭാര്യയില്ല, അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ള ഭർത്താവില്ല, എനിക്ക് വീടില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ഇല്ല എന്നെല്ലാം നാം പറയുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി ചെന്ന് അടിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവത്തോട് തന്നെയാണ്. ദൈവമേ, നീ എനിക്കത് തന്നിട്ടില്ല. സ്തോത്രം. ആ 2 മക്കളുള്ള അപ്പൻ്റെ അടുത്ത് ഇളയ മകൻ എല്ലാം വിട്ട് ധൂർത്തനായി അപ്പൻ്റെ വീട് വിട്ട് പോയി. പക്ഷേ കൂടെ കഴിയുന്ന മൂത്ത മകൻ്റെ സ്വഭാവം, നീ എനിക്ക് തന്നിട്ടില്ല. നിൻ്റെ ഈ മകൻ യേശുമാരോട് തിന്നുകുടിച്ച ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ വലിയ ഉല്ലാസവും ഘോഷവും ഒക്കെ ചെയ്തു. ഞാൻ നിൻ്റെ കൂടെ നടന്നിട്ടും നീ എനിക്ക് ഒന്നും തന്നില്ല എന്നുള്ള പരിഭവത്തിൻ്റെ സ്വരമാണ് സ്വയനീതീകരണത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വയമായി നീതീകരിക്കുന്നു. ഏതെല്ലാം പാകപ്പിഴകൾ വന്നാലും എന്ത് കുറ്റം വന്നാലും മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രകൃതമാണത്. സ്വയമായ നീതീകരണം. സ്വന്തം ബുദ്ധിയിലും സ്വന്തം ആലോചനയിലും എല്ലാം അതിനെല്ലാത്തിനും ന്യായം കണ്ടുപിടിക്കുന്ന സ്വയനീതീകരണം. എന്നാൽ അത് ദൈവം വെറുക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തിന്മകളോ പരാജയങ്ങളോ വന്നാലും അതെല്ലാം ദൈവസന്നിധിയിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവനെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം പറയുകയാണ്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. എന്തിന്? താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടിയും വസിക്കുന്നു. ഒരു പരാജയം വന്നു, ഒരു വീഴ്ച വന്നു, ഒരു പിന്മാറ്റം വന്നു, ന്യായമൊന്നും പറയാതെ, അപ്പാ എനിക്ക് തെറ്റു വന്നു, ഞാൻ പിന്മാറിപ്പോയി, എനിക്ക് പരിഭവം വന്നു, എനിക്ക് പരാതി വന്നു, എനിക്ക് അഴുക്ക് ചിന്ത വന്നു, കർത്താവെ അഹങ്കാരം വന്നു, മലിനമോഹം വന്നു, കർത്താവെ സ്വയമായി എനിക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ല, ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നുവെന്ന് ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം ആ മനുഷ്യനെ നീതീകരിക്കുന്നതാണ് ദൈവിക നീതി. റോമർക്കെഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നീതിമാൻ ആരുമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ തന്നെ നീതീകരിക്കുമ്പോൾ ദൈവ വ്യവസ്ഥയ്ക്കെതിരായി നിൽക്കുകയാണ്. റോമർ 3:10 പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ എങ്ങനെയാണ് നീതീകരണം ലഭിക്കുന്നത്? അതും റോമർ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. 23-ാമത്തെ വാക്യം, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു, എന്നാൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്.
സൗജന്യമാണ് ഈ നീതീകരണം. യേശുക്രിസ്തു നമ്മുടെ സകല പാപങ്ങൾക്കും ശാപങ്ങൾക്കും പരിഹാരം 2000 വർഷം മുമ്പ് കാൽവറിയിൽ യാഗമായ ആ പരമയാഗത്തിലൂടെ നേടിത്തന്നുവെന്ന് വിശ്വാസത്താൽ നാം അനുഭവിക്കുന്നതാണ് നീതീകരണം. സ്വയമായി നീതീകരിച്ചാൽ നമുക്ക് യഥാർത്ഥ നീതീകരണം കിട്ടുകയില്ല. കർത്താവ് നമ്മെ നീതിമാനെന്ന് മുദ്ര കൊടുത്തുന്നു. അതിനെന്ത് വേണം? വിശ്വാസം വരണം. വിശ്വാസത്താലുള്ള നീതീകരണം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്, എൻ്റെ ശാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്, എൻ്റെ അകൃത്യങ്ങളും അതിക്രമം നിമിത്തമാണ്, എനിക്ക് സമാധാനം തരാനാണ്. സ്വയമേവ എന്നിൽ നന്മയില്ല എന്നും എന്നിൽ നിന്ന് പുറപ്പെടുന്ന പാപമാണെന്നും, എന്നാൽ എൻ്റെ യേശുവാണ് എന്നെ നീതിയിരിക്കുന്ന യഥാർത്ഥമായ ഏക വഴിയെന്നും മാർഗമെന്നുള്ളതായ ആ ദൈവത്തിലുള്ള വിശ്വാസം, യേശുവിൻ്റെ പരമയാഗത്തിലുള്ള വിശ്വാസം, യേശുവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ്റെ കൃപയാൽ യേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ എത്രയും നീതിയിരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്താണത്? വിശ്വസിക്കുന്നവർക്ക് യേശു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിനും മധ്യത്തിൽ യേശുവിനെ നിർത്തിയിരിക്കുന്നു. നാം യേശുവിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം യേശുവിലൂടെ നമ്മെ നോക്കുന്നു. പാപിയായി നമ്മെ നോക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിലൂടെ നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മളെ പാപി അല്ലാതാക്കി മാറ്റുന്നു. എന്നാൽ യേശു നമ്മുടെ മധ്യത്തിൽ നിൽക്കാതെ പിതാവാം ദൈവം നമ്മെ നേരിട്ട് നോക്കുമ്പോൾ നാം പാപികൾ തന്നെയാണ്. അതാണ് സൗജന്യ നീതീകരണം. യേശുവിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് സൗജന്യമായ നീതീകരണം. ഈ നീതീകരണം നമുക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കിട്ടുന്നത്. അല്ല എങ്കിൽ 32-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ എൻ്റെ മജ്ജ വറ്റിപ്പോയി എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് സ്വയം നീതീകരണത്തിൻ്റെ അവസ്ഥയിലൂടെ പോകുമ്പോഴുള്ള ആ മനുഷ്യ ഹൃദയത്തിൻ്റെ ഒരു പിക്ചറാണത്. എന്നാൽ യേശുവിലേക്ക് വരുമ്പോൾ നാം 68-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ വലിയ സന്തോഷം. എന്താ? സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കുന്ന അവസ്ഥ, സന്തോഷത്തോടെ ആനന്ദിക്കുന്ന അവസ്ഥ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സൗജന്യമായ നീതീകരണം വേണമോ? ഒരു ന്യായവും പറയാതെ ആ മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ, വേദപുസ്തകത്തിൽ അങ്ങനെ മുടിയനായ പുത്രൻ എഴുതിയിട്ടില്ലെങ്കിലും അപ്പൻ്റെ ഭവനം വിട്ടുപോയ ഇളയ മകൻ പറഞ്ഞതുപോലെ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നുള്ള ആ മനോഭാവത്തോടെ വന്നാൽ അവന് നീതീകരണം കിട്ടും. വളരെ പ്രകടമായ നല്ല ഒരു ഉദാഹരണമാണ് അപ്പൻ്റെ വീട്ടിലെ 2 മക്കൾ. ഇളയ മകൻ പാപിയായി, പക്ഷേ അവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവന് നീതീകരണം കിട്ടി, ദൈവിക നീതീകരണം കിട്ടി. മൂത്തവൻ അപ്പൻ്റെ കൂടെയാണെന്നുള്ള ഭാവത്തോടെ ജീവിച്ചുവെങ്കിലും ഉള്ളിൽ നിരാശയും കലുഷിതയും അപ്പനോട് ചേരാത്തതായ മനസ്സും അപ്പനെ ചോദ്യം ചെയ്യുന്നതായ മനസ്സുമായി ജീവിച്ചതുകൊണ്ട് അവൻ സ്വയനീതിക്ക് ഒരു ഉത്തമ ഉദാഹരണമായി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള നന്മകൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് പറയാനല്ല, നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിൽ താഴുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം വന്ന് നമ്മെ കഴുകും, നമ്മെ വെടുപ്പാക്കും. കർത്താവ് പാപം ചെയ്യാത്തവനെ പോലെ നമുക്കൊരു ബ്രാൻഡ് ന്യൂ ലൈഫ് തരും. നിങ്ങൾ മനസ്സിലായോ? ഒരു ബ്രാൻഡ് ന്യൂ ലൈഫ്. ഏതെല്ലാം തിന്മ വന്നവനെയും യേശുവിൻ്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കും. അതാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാ തിന്മകളും വന്നിട്ടും ഒന്നും ചെയ്യാത്തവനെ പോലെ നീതീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ സ്നേഹം, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ നീതീകരണത്തിൻ്റെ ശക്തി, ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ആ നീതീകരണം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ തിന്മകളും പാപങ്ങളും വന്നിട്ടും ഇതുവരെയും നിങ്ങൾക്ക് പാപബോധം കിട്ടാതെ അതിനെല്ലാം ന്യായീകരണം കണ്ടുപിടിച്ചു നിങ്ങൾ കഴിയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ താഴ്ത്തൂ. എങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ വാതിലിലൂടെ പ്രവേശിച്ച് ആത്മീയമായും ഭൗതികമായുള്ള അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആത്മീയമായ ഏതെങ്കിലും ഒരു ഉപദേശങ്ങളോ
ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലോ ഞങ്ങളുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.